ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് തിങ്കളാഴ്ച രാവിലെ അവിടെ പുതിയ ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞ കണ്ടു. നീതി ന്യായവുമുള്ളൊരു ഭരണം പുതിയ ഗവൺമെൻറ് കാഴ്ചവെക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ ഗവൺമെൻറ്റും അതിൻ്റെതായ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്പം ദോഷങ്ങളൊക്കെ അതിനകത്ത് വന്നു ചേരും. അതുകൊണ്ട് ഒരു ഗവൺമെൻറ് നല്ലതാണെന്നും മറ്റേ ഗവൺമെൻറ് മോശമാണെന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. എല്ലാവരും അവരവരുടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനനുസരിച്ച് നീതിയോടെ ന്യായത്തോടെ ഭരണം നടത്താനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പ്രതിധ്വനികൾ ചിലപ്പോൾ മോശമായി പോയെന്ന് വരാം. അതുകൊണ്ട് നമ്മൾ ഗവൺമെൻറ് അപ്പാടെ നമ്മളൊന്നും തള്ളി പറയേണ്ട. പുതിയ ഗവൺമെൻറ്റും അങ്ങനെ ഒരു ഗവൺമെൻറ് നല്ലോണം നമ്മുടെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഗവൺമെൻറ്റാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയെന്നിരിക്കാം. അതുകൊണ്ട് വളരെ ജനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ലോ ഇൻകം അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി വളരെയേറെ നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു ഗവൺമെൻറ്റാണ് പിണറായി ഗവൺമെൻറ്. അതുകൊണ്ട് ജസ്റ്റ് ഇപ്രാവശ്യം സീറ്റ് കുറവായി പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ആരും അതിനെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. പുതിയ ഗവൺമെൻറ്റും അതുപോലെ ജനങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ മേഖലയിലുള്ളവർക്കും, സമ്പന്നരെന്ന് പറയുന്നവർക്കല്ല, അവർക്കും അവരുടേതായ ആനുകൂല്യങ്ങൾ. ജസ്റ്റ് മിഡിൽ ക്ലാസ്സിന്, ലോ ക്ലാസ് ലേബർ ക്ലാസ് അന്നന്ന് കൂലിവേല ചെയ്ത് ഓരോ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥന. എല്ലാ ദേവാലയങ്ങളിലും, എല്ലാ ക്ഷേത്രങ്ങളിലും, അമ്പലങ്ങളിലും ഒക്കെയും മോസ്കുകളിലൊക്കെ ഈ പ്രാർത്ഥന തുറന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇനിയും അത് തുടരട്ടെ. നല്ലൊരു ഗവൺമെൻറ്, നല്ലൊരു ഭരണം നമുക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ജസ്റ്റ് രാവിലെ എല്ലാവരും സ്കൂളിൽ മക്കൾക്കൊക്കെ രണ്ടുപേരും ടീച്ചേഴ്സും രണ്ടുപേരും സ്കൂളിൽ പോയി. എന്തൊക്കെയോ അവരുടെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കോഴ്സ്, ഒരു ട്രെയിനിങ് ഇന്ന് ഇളയ മോക്കുണ്ട്. മൂത്ത മോക്കും സ്കൂളിൽ എന്തൊക്കെയോ വരുമ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ മാറി 2-3 ടീച്ചേഴ്സ് റൊട്ടീനായിട്ട് വന്ന് അവിടുത്തെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. ചിലപ്പോൾ മൂത്ത ഹസ്ബൻഡ് നാളെ വന്നേക്കും. 1 മാസം 10-12 ദിവസമാണ് ഇവിടെ ഓഫീസിൽ പോകേണ്ടത്. ബാക്കി ദിവസം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ ചിലപ്പം നാളെ വന്നേക്കും. നാളെ ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ അവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചിട്ട് വൈകിട്ടത്തെ ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. മറ്റന്നാൾ ഉച്ചയ്ക്ക്, ബുധനാഴ്ച ഉച്ചയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം, ദിവസം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ കേൾക്കുന്നുണ്ട്. ഈ TV ഓണാക്കിയിട്ട് കിടന്ന് 10 മുതൽ അത് കേൾക്കുന്നതിനോടൊപ്പം തന്നെ അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്തും അവർ കൊണ്ടുവന്ന പപ്പായ ഞാൻ ചെത്തി എല്ലാം ഒക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടിരിക്കുകയായിരുന്നു. ചെറുപയറും പപ്പായയും കൂടെ തോരൻ വെച്ചു. ഇച്ചിരി ഫിഷ് 1-2 ആൾക്കാരും ഒക്കെ അടച്ചിരിക്കുകയാണ്. മഴയുടെ ഈ പ്രശ്നങ്ങളായതുകൊണ്ട് ഫിഷ് അധികമില്ല. എങ്കിലും കിട്ടിയത് നെത്തോലിയാണ്. എങ്കിലും അതുകൊണ്ട് നെത്തോലി തേങ്ങാപ്പീരയൊക്കെ ചെയ്ത് പീര പറ്റിച്ചു. തൈരുണ്ട്, അച്ചാറുണ്ട്. ഇന്ന് ഇത്രയേ ഉള്ളൂ. പപ്പടം, ബാക്കി സംഗതികളൊക്കെ കൊണ്ട് ഒരുപാട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് വെയിറ്റ് കൂടണ്ട. കൊളസ്ട്രോളൊന്നും ഇതുവരെ ഇല്ല. പ്രഷർ, ഷുഗർ എല്ലാത്തിനും ഒരു ലിമിറ്റഡ് ഭക്ഷണം മതി. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മുട്ട ഓംലെറ്റും ഒരു പീസ് ബ്രെഡുമാണ്. കൂട്ടത്തിൽ കുറച്ച് ടൊമാറ്റോ, ഉള്ളി, പച്ചമുളകൊക്കെ അരിഞ്ഞ് അല്പം ഉപ്പും കുരുമുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്നു. ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈങ് പാനിൽ അത് മുട്ട ഒഴിച്ചാൽ മുട്ടയങ്ങ് ഫ്രൈങ് പാൻ മുഴുവനും പല ഷേപ്പിലങ്ങ് ആയിപ്പോകുമല്ലോ, റൗണ്ടായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനൊരു സ്റ്റീലിൻ്റെ റിങ് വെച്ച് അതിനകത്തിട്ടാണ് ഒരു മുട്ട നല്ലപോലെ അല്പം ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് അതിനകത്ത് ഒഴിച്ചിട്ട് അതൊന്ന് സെറ്റായി വരുന്നപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഈ ടൊമാറ്റോ അരിഞ്ഞത് നിരത്തി വീണ്ടും അല്പം നെയ്യ് ഒഴിച്ചിട്ട് ഒരു പീസ് ബ്രെഡും കൂടെ വെച്ചു. ഇത് അപ്പോൾ മുട്ടയുടെ അടിഭാഗം പകുതി മുക്കാലോളം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വീണ്ടും ഇതിനെ ഈ ബ്രെഡ് അടിയിൽ വറുത്തക്കതുപോലെ തിരിച്ചിട്ടു. ഇച്ചിരി പടായിരുന്നു, പ്രയാസമായിരുന്നു, എങ്കിലും തിരിച്ചിട്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഭാഗവും കൂടെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വന്നു. അതിനുശേഷം ഇതിൻ്റെ പുറത്ത് ഞാൻ അല്പം ടൊമാറ്റോ സോസ് ഒഴിച്ചുമാണ് കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. ഓരോരുത്തരും പല രീതിയിൽ ബ്രെഡ് കൊണ്ട് മുട്ട ഇത്തിരി വെജിറ്റബിളൊക്കെ കൊണ്ട് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ഞാനൊരു പരീക്ഷണം ചുമ്മാ നടത്തിയതാണ്. ഹസ്ബൻഡ് ഇതൊന്നും വേണ്ട, പുള്ളിക്ക് 2 മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തു. ബ്രെഡ് ആവശ്യത്തിനുണ്ട്, സോസുണ്ട്, അത് കൂട്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് കൂട്ടി ഹസ്ബൻഡ് കഴിച്ചോളും, കുഴപ്പമില്ല. ഞാൻ എന്തെങ്കിലും എൻ്റെ സ്റ്റൈലിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, എനിക്ക് ഒരുപാട് കാർബോഹൈഡ്രേറ്റ് അകത്ത് ചെല്ലാതിരിക്കാൻ വേണ്ടി ഒരു പീസ് ബ്രെഡ് എടുത്തു. ബാക്കി സോസും നമ്മുടെ ടൊമാറ്റോ പീസാക്കിയതും എല്ലാം ഉണ്ട്. അതൊക്കെ ചേർത്ത് ഒരു മുട്ട ഒരു ചെന്ന് നോക്കിയാൽ ഒരു അല്പം ചീസും കൂടെ ആക്കാമെങ്കിൽ ഒരു പിസ്സ പോലെ ആകും. അപ്പോൾ അത് കഴിച്ചു. വീണ്ടും ഉച്ചയൂണിന് ജസ്റ്റ് ചോറ്, ഒരു ചെറിയ കൊച്ചു കപ്പിന് ഒരു ബൗൾ ചോറ്. അത് കഴിഞ്ഞിട്ട് തൈര്, ചെറുപയറും പപ്പായയും കൂടെ തോരൻ വെച്ചത്, നെത്തോലി പീര പറ്റിച്ചത്, പിന്നെ ശീമപ്പുളി, നമ്മുടെ എപ്പോഴും